الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. صدق الله العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവനിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എന്റെ സഹോദരി സഹോദരന്മാരോട് ഉപദേശിക്കുന്നു. ഇസ്ലാമിന്റെ പേരിൽ നിലകൊള്ളുന്ന ഒരു സമുദായം തെളിഞ്ഞ ഇസ്ലാമിക ആദർശം സ്വീകരിച്ചു ആ ആദർശത്തിന്റെ സംസ്കാരം മുറുകെ പിടിച്ചു. ആ ആദർശം അവരുടെ മേൽ അർപ്പിച്ചിട്ടുള്ള ദൗത്യ നിർവഹണം ഇസ്ലാമിനെ ശരിയായി പ്രതിനിധീകരിക്കാൻ നിർവഹിച്ചുമാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. ഒരു കാലഘട്ടത്തിലെ മുസ്ലിം സമുദായം ഈ അടിസ്ഥാനപരമായ സവിശേഷതകളിൽ നിന്ന് അന്യം നിന്ന് പോയപ്പോൾ, മാറിപ്പോയപ്പോൾ, അത്തരമൊരു സമുദായത്തിനകത്തേക്ക് കടന്നു വന്ന അനിസ്ലാമികമായ വിശ്വാസക്രമങ്ങളും സംസ്കാരങ്ങളും ആചാരങ്ങളുമൊക്കെ എவ்விதം ആ സമുദായത്തെ ദുർബലമാക്കിയിരുന്നു. അതിൻ്റെതായ എന്തെന്ത് പ്രശ്നങ്ങൾ എത്രയേറെ ഗുരുതരമായി അവർക്കിടയിൽ സംഭവിച്ചു എന്നുമാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമ നേതൃത്വം കൊടുത്ത കാലഘട്ടത്തിലെ ബനൂ ഇസ്രായേൽ സമുദായമാകുന്ന മുസ്ലിം സമുദായത്തിന്റെ ചരിത്രം തുല്യതയില്ലാത്ത വിധം വിശദമായ വിശകലനത്തിലൂടെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഏതാനും ആഴ്ചകളിൽ തുടർച്ചയായി ഈ മിമ്പറിൽ അതായിരുന്നു പ്രതിപാദന വിഷയമെന്ന് സ്ഥിരമായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്കറിയാം. വിശ്വാസം ചോർത്തിക്കളഞ്ഞു ശിർക്കൻ ചിന്താഗതികളും ചിന്താധാരയും അതിന്റെ അടിസ്ഥാനത്തിലെ പ്രവർത്തനവും അതിന്റെ ഭാഗമായി കടന്നു വരാവുന്ന ഒരുപാട്
അനിസ്ലാമികതകൾ, അന്യമത സംസ്കാരങ്ങൾ, ഖുറാഫാത്തും ഇൻഹിറാഫാത്തും ബിദ്അത്തും തുടങ്ങിയ ഒരുപാട് സംഗതികൾ ഒരു കുത്തൊഴുക്കെന്ന പോലെ നിലവിലുള്ള മുസ്ലിം സമുദായത്തിനകത്ത് കേരളീയ സമൂഹത്തിൽ കടന്നു വന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ മിമ്പറിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വന്നത്. അതിന്റെ തുടർച്ചയിൽ മുന്നോട്ട് വന്ന് ആഴ്ചകൾ കഴിഞ്ഞ് ഇപ്പോൾ വിശുദ്ധ റമദാൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നാം പരസ്പരം കണ്ടുമുട്ടുന്നത്. വിശുദ്ധ റമദാൻ വിശുദ്ധ വേദഗ്രന്ഥം അവതീർണമായ അങ്ങനെ ഒരു വേദം മനുഷ്യർക്ക് അല്ലാഹു നൽകിയതിന് നന്ദി പ്രകാശിപ്പിക്കുന്ന ഉദാത്തമായ ആരാധനയാണ് എന്ന കാര്യം നമുക്കറിയാം. നമ്മുടെ വിശ്വാസം ഉറപ്പിച്ചും ഇസ്ലാമിക സംസ്കാരം നമ്മിൽ ഊട്ടി വളർത്തിയും നമ്മുടെ മേൽ അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാനും നമ്മോട് ആഹ്വാനം ചെയ്യുന്ന ഉദാത്തമായ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നതുകൊണ്ട് തന്നെ റമദാൻ മാസം സമാഗതമായ ഈ പശ്ചാത്തലത്തിൽ ഈ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വന്ന പ്രശ്നങ്ങളുടെ പഠനം ഏറെ പ്രസക്തമാണ് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ആ തുടർ ചർച്ചയിൽ വിശുദ്ധ റമദാനിന്റെ ഈ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ആഴ്ച മുമ്പിൽ ഉന്നയിച്ച വിഷയങ്ങളുടെ ബാക്കി ഭാഗം അടിയുറച്ച ഈമാൻ സ്വീകരിച്ചുകൊണ്ട് നിലകൊള്ളേണ്ടത് എത്രമേൽ വലിയ പ്രസക്തിയുള്ള കാര്യമാണെന്ന് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയും ആ ഒരു കണ്ണോടുകൂടി റമദാനിൽ വിശുദ്ധ ഖുർആനെ കാണാനും പഠിക്കാനും സന്നദ്ധരാവണമെന്ന ആഹ്വാനത്തോടുകൂടിയും ഇന്നത്തെ ഖുതുബയിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. ഊതിവെച്ച ഭാഗം അത്തരമൊരു ആശയം കൃത്യമായി നമ്മുടെ മനസ്സിൽ ഇട്ടുതരുന്ന വിശുദ്ധ ഖുർആൻ സൂറ അൻആമിലെ 59-ാമത് സൂക്തമാണ്. കഴിഞ്ഞ ഖുതുബയിൽ ഖദിർ മൂസ സംഭവമായിരുന്നു ഖുതുബയുടെ ഇതിവൃത്തം. ഭൂമുഖത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് സംഭവത്തിലും തമ്പുരാന്റെ ഒരു യുക്തി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ യുക്തിക്കപ്പുറത്ത് തമ്പുരാൻ യുക്തിയുണ്ട്. നമ്മുടെ പ്ലാനിങ്ങൾക്കപ്പുറത്ത് അവന് ചില നിർണയങ്ങളുണ്ട്. നാം ഒരുപാട് ആസൂത്രണങ്ങൾ നടത്തുന്നവരാണ്. ആസൂത്രണങ്ങൾക്ക് ഇസ്ലാമിൽ പ്രസക്തിയുണ്ട്. വ്യക്തിയും കുടുംബവും സമുദായവും പ്ലാനിംഗ് ഇല്ലാതെ പോകാൻ പാടില്ല. ആസൂത്രണത്തോടെ പോകാൻ പറ്റും. പക്ഷെ നമ്മുടെ ആസൂത്രണം അനുസരിച്ചല്ല കാര്യങ്ങൾ നടക്കുക. ചിലത് അങ്ങനെ നടക്കും, ചിലത് അതിനപ്പുറത്ത് നടക്കും. നമ്മുടെ സകല ആസൂത്രണങ്ങൾക്കും അപ്പുറത്ത് തമ്പുരാന്റെ നിർണയമുണ്ട്. അതിനാണ് ഖദർ എന്ന് പറയുക. നമ്മുടെ പ്ലാനിങ്ങുകൾക്കും ആസൂത്രണങ്ങൾക്കും അപ്പുറത്ത് അല്ലാഹുവിന്റെ നിർണയങ്ങളുണ്ട്, അവന്റെ ഖദറുണ്ട്. ഇത് വിശ്വാസികൾ അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈമാൻ കാര്യത്തിൽ ആറാമത്തേത് ഇതായത്. ഖൈറായിരുന്നാലും ഷർറായിരുന്നാലും ശരി, വന്ന് ഭവിക്കുന്ന എന്തും തമ്പുരാന്റെ ഭാഗത്തുമാണ് ഉറച്ചു വിശ്വസിക്കണം. അപ്പോഴേ മുഅ്മിനാവും, അപ്പോഴേ ഒരാൾ വിശ്വാസിയാവും. ഇത് ഈമാൻ കാര്യം 6 ചൊല്ലിപ്പറഞ്ഞ് ശീലിച്ച, ഇസ്ലാം കാര്യം 5 വടിവത്ത് ക്രമപ്രകാരമായി പറയാൻ പഠിച്ച മുസ്ലിം സമുദായം പ്രയോഗതലത്തിൽ മറന്നുപോയ ഒന്നാണ്. പ്രയോഗതലത്തിൽ ഈ സമുദായം മറന്നുപോയ ഒരു വസ്തുതയെ പ്രായോഗിക തലത്തിൽ മനുഷ്യരെ ബോധവൽക്കരിക്കുകയാണ് ഖദിർ മൂസ സംഭവം വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഖദിർ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ മൂസ അലൈഹിസ്സലാമയാകട്ടെ സമുദായത്തിലെ പ്രവാചകനാണ്, സമൂഹത്തിലേക്ക് വന്ന പ്രവാചകൻ. ഒരു പ്രവാചകനിൽ നിന്നാണ് വിശ്വാസത്തിന്റെ നേർത്തിരി കത്തിച്ചെടുക്കുക. ഒരു പ്രവാചകനിൽ നിന്നാണ് വിശ്വാസികൾ ഇസ്ലാമിക സംസ്കാരത്തിന്റെ നേർമാതൃക സ്വീകരിക്കുക. ഒരു സമുദായത്തെ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ അടിത്തറയിൽ വളർത്തിയെടുക്കാനും കഴിയുന്ന, ഏറ്റവും നന്നായി ശിക്ഷണം നൽകാൻ കഴിയുന്ന, ഏറ്റവും വലിയ മുറപ്പി തർബിയത്ത് കൊടുക്കാൻ കെൽപ്പുള്ള വ്യക്തി ആ സമൂഹത്തിലേക്ക് നിയുക്തനായ പ്രവാചകനാണ്. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. അങ്ങനെ വന്ന ഒരു പ്രവാചകൻ സമുദായത്തെ നയിക്കുന്ന കാലത്തിലാണ് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്കും ദൈവം വേണം അവർക്കുള്ളതുപോലെ എന്നല്ല. മൂസ അലൈഹിസ്സലാമിന് മാറിനപ്പോഴേക്ക് പശുപൂജ തുടങ്ങിയ ഒരു സമുദായമായിരുന്നു അത്. അതിൻ്റെതായ സകല നന്ദികളും വൃത്തികളും ശിർക്കും കുഫറും ആ സമുദായത്തിനകത്ത് കളിയാടിയിരുന്നു.
അതിനെല്ലാം മറികടന്ന് തമ്പുരാന്റെ ഇടപെടൽ, അള്ളാഹുവിന്റെ വിധി പ്രകാരം 2 പ്രവാചകന്മാർ സമുദായത്തെ നയിക്കുന്ന തുടർച്ചയായ ചരിത്രമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. അതിന്റെ ഒരു ഘട്ടത്തിലാണ് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾക്ക് പാഠമായി അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് ഭൂമുഖത്ത് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഉറപ്പിക്കാൻ ഒരു സംഭവം ഉണ്ടാകുന്നു. ആ സംഭവത്തിൽ അള്ളാഹു നിയോഗിച്ച ഈ പാഠഭാഗം പഠിപ്പിക്കാൻ നിയുക്തനായ മഹാവ്യക്തിത്വമാണ്. അത് മനുഷ്യനാണോ അതല്ല മനുഷ്യനോട് മലക്കാണോ നമുക്കറിയില്ല. അതാണ് ഖദീർ അലൈഹിസ്സലാം. മറുഭാഗത്ത് അവിടെ ശിഷ്യനായിട്ടുള്ളത് അല്ലെങ്കിൽ പാഠങ്ങൾ പഠിച്ചെടുക്കുന്നത് ഒരു സമുദായത്തെ നയിക്കാനും ഒരു സമൂഹത്തിന് നേർവഴി കാണിക്കാനും നിയുക്തനായ വിശുദ്ധ ഖുർആൻ അധികം എടുത്തു പറഞ്ഞ പേര് മൂസ അലൈഹിസ്സലാം, അദ്ദേഹത്തെയാണ്. ഇതാണ് സംഭവത്തിന്റെ പശ്ചാത്തലം. കഴിഞ്ഞ ആഴ്ചയിൽ ഈ സംഭവത്തിലെ ആ നിർണായകമായ 3 സംഗതികൾ ഈ മിമ്പറിൽ കേട്ടവരാണ് നിങ്ങൾ. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഇടപെടലുണ്ട്, ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. ഈ ഭൂമുഖത്ത് എന്ത് സംഭവിക്കുന്നതും അവന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുക എന്ന ഉറച്ച ഈമാൻ ഒരു സമുദായത്തിലില്ല എങ്കിൽ അവർ ഈമാൻ കാര്യം ആരും ചൊല്ലി പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഉറച്ചു വിശ്വസിക്കാൻ അവർക്ക് വരണം. കപ്പൽ സുന്ദരമായിരുന്നു. സുന്ദരമായ ഏത് കപ്പലും സ്വന്തമാക്കുന്ന ഒരു രാജാവിന്റെ നാട്ടിനടുത്ത് കൂടിയാണ് കടലിൽ ഈ കപ്പൽ സഞ്ചരിക്കേണ്ടത്. ഒരു കാറ്റും കോളും വന്ന് കപ്പലുകൾ കേടുപാട് സംഭവിക്കുന്നു. കേടുപാട് സംഭവിച്ചതുകൊണ്ട് ഈ കപ്പൽ തൽക്കാലം വേണ്ടെന്ന് വെച്ചിട്ട് പിടിച്ചെടുക്കുന്ന ശീലമുള്ള ഈ ഭരണാധികാരിയും ആളുകളും ആ കപ്പൽ ഒഴിവാക്കുന്നു. ന്യായമായും കപ്പലിന്റെ ഉടമസ്ഥരായ കടലിൽ പണിയെടുക്കുന്ന സാധാരണക്കാർക്ക് അവിടെ കപ്പൽ നഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെയൊരു സംഭവം നടന്നതായി നിങ്ങൾ മനസ്സിൽ കരുതുക. ആ സംഭവമാണ് ഖദീർ കപ്പലിൽ കയറിയിട്ട് സുന്ദരമായ ആ കപ്പലിൽ കേടുപാട് വരുന്നത്. അവിടെയാണ് മൂസ അലൈഹിസ്സലാമ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇത്രയും നല്ല ഒരു കപ്പൽ നിങ്ങൾ നശിപ്പിക്കുകയോ കേടുപാട് വരുത്തുകയോ അതിന് ന്യൂനത ഉണ്ടാക്കുകയോ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ കാലഘട്ടത്തിലെ ഒരു സംഭവത്തിൽ ഒരു ഖദീർ ഇറങ്ങുന്നില്ല. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിലെ ഏത് സംഗതിയും അള്ളാഹുവിന്റെ ഇടപെടലുന്നു. അതിന്റെ യുക്തി നമുക്കൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതിന്റെ പിന്നിലൊരു യുക്തിയും. ഈ പാവപ്പെട്ടവരുടെ സുന്ദരമായ ഈ കപ്പൽ ഖദീർ കേടുവരുന്നത് മുഖേന, അതിനൊരു ഭംഗം വെക്കുന്നത് മുഖേന സഞ്ചരിക്കാൻ പറ്റാത്തത്ര കപ്പൽ കേടുവരുത്തിയെന്നല്ല, അതിനെ മുസ്ലിങ്ങൾ ആരും എഴുതിയിട്ടില്ല. അതിന് ന്യൂനത വരുന്നത് മുഖേന ആ കപ്പലിന്റെ ഉടമസ്ഥർ രക്ഷപ്പെടുകയാണ്. അവരെ അള്ളാഹു സഹായിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോ അത് നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരിക്കലും പ്രയാസം തോന്നുമെങ്കിലും അതിന്റെ പിന്നിൽ തമ്പുരാന്റെ അപാരമായ സഹായം ഉണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. സംഭവഗതികൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അത് കുറച്ചുകൂടി വ്യക്തമാണ് അടുത്ത സംഭവത്തിൽ. ഒരു ഓടി നടക്കുന്ന കൊച്ചുപ്രായത്തിലെ നിഷ്കളങ്കനായ ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് മരിച്ചു പോകുമ്പോൾ മാതാപിതാക്കളുടെ ദുഃഖമടവുന്ന ഹൃദയം പതിച്ചെടുക്കുന്ന, അമ്മയുടെ ഉമ്മയുടെ മാർഗത്തിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചെടുക്കുന്ന വല്ലാത്ത ഒരു അനുഭവമായിരിക്കാം. നല്ല വേദനയുണ്ടാകും മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികളും. പക്ഷെ ആ കുഞ്ഞ് നാളെ വളർന്നാൽ 1-ാം നമ്പർ കാഫിറും മുശ്രിക്കും ദാലിമുമായിട്ട് മാറും. ഫാജിറൻ വകഫാറ, ശുദ്ധ നിഷേധിയായി അക്രമിയായി വളരും. തങ്ങളുടെ ഉദരത്തിൽ വളർന്ന ഒരു കുഞ്ഞ് നാട്ടിൽ ധിക്കാരത്തിന്റെ, അക്രമത്തിന്റെ, നിഷേധത്തിന്റെ മുടിചൂടാമനായിട്ട് മാറിയാൽ പടച്ചവനെ ഭയപ്പെടുന്ന മാതാപിതാക്കളുടെ ദുഃഖത്തിന് കൈ കണക്കുണ്ടാവില്ല. അതുകൊണ്ട് നാഥൻ ഇടപെടുന്നു. ഈ മാതാപിതാക്കളുടെ കാര്യം ആ കുഞ്ഞിനെ തിരിച്ചു പിടിക്കുന്നു. ആ കുഞ്ഞ് മരിച്ചു പോകുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ വേദനിക്കുന്ന വിശ്വാസി മനസ്സിലാക്കണം, ഇതിന്റെ പിന്നിൽ തമ്പുരാന്റെ യുക്തിയുണ്ട്. അവരെന്താ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. എന്തായിരുന്നാലും ശരി ഖൈറേ സംഭവിക്കൂ, എന്റെ നാഥന്റെ ഭാഗത്ത് നിന്ന് വരുന്നതെല്ലാം എനിക്ക് ഖൈറായിരിക്കും എന്ന് വിശ്വസിക്കാൻ ഈ മാതാപിതാക്കൾക്ക് സാധിക്കണം. കുഞ്ഞ് മരിച്ചതിൽ എന്നോട് എന്റെ നാഥൻ കാര്യം കാണിച്ചില്ലല്ലോ, കാണുന്നില്ല. അങ്ങനെ വിലപിക്കാൻ നിൽക്കുന്നവരാണ് ഈമാനിന്റെ കാര്യങ്ങളിൽ ആരും ചൊല്ലിയവർ എന്ന കാര്യങ്ങൾ. എന്നോട് പടച്ചവർ കാര്യം കാണിച്ചില്ല, എന്റെ കുഞ്ഞിനെ അവൻ ഇപ്പോഴേ തിരിച്ചെടുത്തില്ലേ എന്ന് പറഞ്ഞ് നന്ദി കെട്ട വർത്തമാനം പറയുന്നവർ ഈമാൻ കാര്യം ആർക്കും ചൊല്ലി പറഞ്ഞിട്ട് കാര്യമില്ല. ചൊല്ലാൻ മാത്രമല്ല, അത് ഹൃദയത്തിൽ അടിവറുത്ത വിശ്വാസമായിട്ട് നിർത്താനാണ്. അതാണ് ഈമാൻ. ഇവിടെ ആ കുഞ്ഞ് സ്വയമേവ മരിക്കുന്നില്ല.
പാഠം പഠിപ്പിക്കാൻ വേണ്ടി ആ കുഞ്ഞ് ഖദിറിനാൽ കൊല ചെയ്യപ്പെടുന്നു. മൂസ അലൈഹിസ്സലാം വല്ലാതെ പോകുന്നു. ആ മുതുപോലത്തെ ഒരു മുത്തിനെ ഇത്രയും ക്രൂരമായി കൊല്ലാൻ താങ്കൾക്ക് സാധിച്ചു എന്നാണ് മൂസ നബി അലൈഹിസ്സലാം ചോദ്യം. അവിടെയാണ് ഖദിറിന്റെ മറുപടി, ഇതാ മാതാപിതാക്കളോട് അല്ലാഹ് കാണിക്കുന്ന ഔന്നത്യമാണ്, ഇതാ മാതാപിതാക്കളോട് അല്ലാഹ് കാണിക്കുന്ന ഔന്നത്യമാണ്. നിനക്കത് മനസ്സിലാവില്ല, നമുക്കത് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കാൻ ആറാമതൊരു ഇന്ദ്രിയം നമ്മുടെ കയ്യിലില്ല. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളെ ഉള്ളൂ. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് സാധ്യമാകുന്ന വിജ്ഞാനമേ നമ്മുടെ കയ്യിലുള്ളൂ. അതിനപ്പുറത്ത് അല്ലാഹുവിന്റെ കയ്യിലെ വിജ്ഞാനത്തിന്റെ യുക്തി നമുക്കറിയില്ല. അതുകൊണ്ട് ക്ഷമിക്കുക, സബ്റുൻ ജമീൽ, നന്നായി ക്ഷമിക്കുക. യൂസുഫ് അലൈഹിസ്സലാമയെ യാക്കൂബ് അലൈഹിസ്സലാമിനെ അടർത്തിയെടുത്തു തമ്പുരാൻ. പക്ഷെ ഈജിപ്തിൽ രാജാതിരാജനായ യൂസുഫ് അലൈഹിസ്സലാമയെ വീണ്ടും കൊണ്ടുവന്ന നാഥൻ തമ്പുരാന്റെ യുക്തി നമുക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞ വാചകമാണ് സബ്റുൻ ജമീൽ, ഞാൻ ഭംഗിയായി ക്ഷമിക്കും. സർഗാത്മകമായ ക്ഷമ, സർഗാത്മകമായ ക്ഷമ. അത്രയും സുന്ദരമായി തമ്പുരാന്റെ കഥാകഥയിൽ ക്ഷമിക്കാനും സഹിക്കാനും വിശ്വാസത്തിൽ പറ്റണം. ഇതാണ് ഈമാൻ. ഈ സംഭവമാണ് ഖദിർ മൂസ സംഭവം. അതുകൊണ്ട് സഹോദരന്മാരെ, കഴിഞ്ഞ ഖുത്ബയിൽ കേട്ടുകഴിഞ്ഞ ആ സംഭവത്തിന്റെ ഫലത്തിൽ ഞാനും നിങ്ങളും യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നമ്മുടെ പ്രശ്നം വിശ്വാസത്തിൽ പരീക്ഷിക്കപ്പെടുന്നു എന്നതാണ്. നമ്മുടെ വിശ്വാസമാണ് പരീക്ഷിക്കപ്പെടുന്നത്. ഏറ്റവും വലിയ നഷ്ടം എനിക്കും നിങ്ങൾക്കും വരാനിരിക്കുന്നത് വിശ്വാസത്തിൽ വരുന്ന പരീക്ഷണം മുഖേനയാണ്. നമ്മുടെ വിശ്വാസം അരക്കിട്ടുറപ്പിക്കാൻ തമ്പുരാന്റെ ഗ്രന്ഥമാണ് ഖുർആൻ, അതിന്റെ വിശദീകരണമാണ് തിരുവചനങ്ങൾ. അത് രണ്ടും നന്നായി പഠിച്ച് മനസ്സിലാക്കിയും ഉറച്ച ഈമാനുള്ളവരായി മാറണം എന്നാണ് നമ്മളുടെ ആഹ്വാനം. അത് നമ്മുടെ ശ്രദ്ധയിൽ നിലനിർത്താനും നാം അതുമായുള്ള ബന്ധം വിട്ടുപോകാതിരിക്കാനും വർഷാവർഷം ഒരു മാസക്കാലം ഈ വിശുദ്ധ ഖുർആൻ അവതീർണമായതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അതിന് നന്ദി കാണിക്കാൻ ഒരു മാസക്കാലം നമ്മളെ അതുമായി ബന്ധപ്പെടുത്തി കെട്ടിനിർത്തുകയാണ് റമദാൻ മാസം. അതിന്റെ പള്ളാഹികൾ ധാരാളം കേട്ടവരാണ് ഈ സദസ്സ്. ഒരുപാട് കാലമായി നമ്മൾ എടുക്കുന്നവരാണ്, ഒരുപാട് വാഴകൾ കൂടുതലും കേട്ടവരാണ്. അതുകൊണ്ട് അതിങ്ങനെ ഒരു ആവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉള്ളത് ഇതാണ്, ഈ സവിശേഷമായ ഉറച്ച ഈമാൻ ആർജിച്ചെടുക്കാൻ പുതിയ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിന് കഴിയുന്നില്ല എങ്കിൽ പണ്ഡിത വേഷങ്ങൾ, സാമിരി കെട്ടിയാട്ടങ്ങൾ നമ്മുടെ ഈമാൻ ചോർത്തിക്കളയും. ആ ചോർത്തിക്കളയുന്ന ഈമാനിൽ നിന്ന് ഒരു സമുദായത്തെ രക്ഷിച്ചെടുത്ത് അതിന്റെ അവസാന ഘട്ടങ്ങളിൽ ആ സമുദായത്തിന്റെ ഈമാൻ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി കഥാകഥകളുടെ വിശ്വാസം എന്ന അടിസ്ഥാനപരമായ ആ പോയിന്റിനെ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഖദിറിനെ അയച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ കുറവും അവിടെ തന്നെ, നമ്മുടെ കുറവും അവിടെ തന്നെ. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന സംഗതികളെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് ഈ പാഠം നന്നായി വിശദീകരിച്ചിട്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്ന കുറച്ച് സംഗതികളുണ്ട്. അതിലൊന്ന്, എല്ലാം സംഭവിക്കുന്നത് അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം. അദൃശ്യ എന്നത് ഖജനാവിന്റെ താക്കോൽ അവന്റെ കയ്യിലാണ്. നമുക്ക് ദൃശ്യം മാത്രമേ അറിയൂ, ദൃശ്യമായത് മാത്രം. അദൃശ്യങ്ങളുടെ താക്കോലുകൾ അവന്റെ കയ്യിലാണ്. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അവനല്ലാതെ അതൊന്നും അറിയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും ഉള്ളത് അവനെ അറിയുള്ളൂ. നാം അതിനെ ഇത്തിരി മാത്രം അറിഞ്ഞവരാണ്. വിശാലമായ സാഗരത്തിൽ നിന്ന് ഒരു വിരൽ മുക്കിയെടുക്കുന്ന വെള്ളത്തുള്ളികൾ എത്രയോ അത്രയും മാത്രമാണ് ലോകത്തെ മൊത്തം മനുഷ്യന്റെ വിജ്ഞാനത്തിന്റെ യാഥാർത്ഥ്യം നമ്മൾ അറിയണം. വൃക്ഷത്തിൽ നിന്ന് ഒരു പഴുത്ത ഇല താഴെ വീഴുന്ന പോലുമില്ല അവന്റെ അടുക്കൽ കൃത്യമായ വിവരം ഉണ്ടായിട്ടല്ലാതെ. ഭൂമുഖത്ത് ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു പഴുത്ത ഇല താഴെ വീഴുന്നത് പോലും തമ്പുരാന്റെ ലൗഹിൽ മഹ്ഫൂദിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളണം. ഈ ഇരുട്ടുമൂടിയ ഭൂമിയിൽ കിടക്കുന്ന ഒരു വിത്തും അല്ലാഹ് അറിയാതെ പോകുന്നില്ല. മണ്ണിലെവിടെയോ കിടക്കുന്ന വിത്ത്, അതാണെങ്കിൽ ഭൂമിയിൽ ഇരുട്ടുമൂടിയ അവസ്ഥയിലാണ്. ഇരുട്ടുമൂടിയ അവസ്ഥയിൽ മണ്ണിലെവിടെയോ പുതഞ്ഞു കിടക്കുന്ന ഒരു വിത്തും തമ്പുരാന്റെ അറിവിൽപ്പെടാതെ പോകുന്നില്ല. അത് ഉണങ്ങിയതാണോ, അത് യഥാർത്ഥത്തിൽ ജീവൻ തുടിപ്പ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഉർവരതയുള്ളതാണോ എന്നതും അവനറിയാം.
ആ വിത്ത് ഉണങ്ങി കരിഞ്ഞു പോയതുകൊണ്ട് അടുത്ത ഒരു നാമ്പ് പുറപ്പെടുവിക്കാൻ കഴിയാത്തെല്ലാം ഉണങ്ങിയതാണോ? അതല്ല സാഹചര്യം അനുകൂലമായി വരുന്ന വിണ്ട മണ്ണിൽ വിഷരി മഴ വീഴുമ്പോൾ പുതുനാമ്പെടുക്കുന്ന അത്ര ഉർവരതയുള്ളതാണോ എന്നതും അവനറിയാം. അതാണ് തമ്പുരാൻ. അതെല്ലാം അവന്റെ ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കാം. അതുകൊണ്ട് ഇത്രയുമാണ് അൻആമിലെ 59-ാമത്തെ സൂക്തം. എന്നും തമ്പുരാന്റെ അറിവോടും കൂടിയാണ് എന്ന് വിശ്വസിക്കാൻ പറ്റണം. ഈ വിശ്വാസം ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ നിങ്ങൾ ഒരുപാട് ശിർക്കിൽ രക്ഷപ്പെടുമായിരുന്നു. ഈ വിശ്വാസം ചൊല്ലിപ്പറയാനേ നമ്മെ വേണ്ടപ്പെട്ടവർ പഠിപ്പിച്ചുള്ളൂ. ഈ വിശ്വാസം ഹൃദയ മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ട് അങ്ങനെ ജീവിക്കാൻ സമുദായത്തിൽ വലിയ ഒരു പക്ഷത്തിന് കഴിയുന്നില്ല. അവരുടെ ഈമാൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്, അവർ ശിർക്കിന്റെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ കഥ പറയുന്നത് ഈ പാഠങ്ങൾ അത്രയും ഖുർആൻ പഠിപ്പിച്ചത്. അത്തരം ഒരു അബദ്ധം ഈ സമുദായത്തിൽ സംഭവിക്കാതിരിക്കാൻ. അങ്ങനെ സംഭവിക്കുന്ന പലതിന്റെയും യുക്തി നമുക്കറിയില്ല എന്നതാണ് രണ്ടാമത് പഠിക്കേണ്ട പാഠം. അൽ-ബഖറ 216. അതാ പറയാ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നേക്കാം. അപ്പൊ നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഒരു മരണം നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല, നമ്മുടെ മകന്റെ മരണം ഉൾക്കൊള്ളാൻ കഴിയില്ല, അങ്ങനെ സംഭവിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം അതിൽ നിങ്ങൾക്ക് ഹൈറ് ആദരിച്ചിട്ടുണ്ടാവും. നമുക്കത് മനസ്സിലാവുന്നില്ല. ഈ കുഞ്ഞിന്റെ മരണം മൂസാ അലൈഹിസ്സലാമിന് സഹിക്കാൻ കഴിയാതെ പോയതുപോലെ. പക്ഷെ അതിൽ അല്ലാഹു വെച്ച ഹൈറ് ഖദർ പറഞ്ഞപ്പോ മൂസാ അലൈഹിസ്സലാം അൽഹംദുലില്ലാഹ് അജബൻ അജീബ് അല്ലാഹു അക്ബർ പറഞ്ഞവനെ നിന്റെ യുക്തി എത്ര വലുതാണ്. അൻതൽ ഹകീം വൽ അസീസ്, നീ പ്രതാപവാൻ യുക്തിജ്ഞനുമാണ്. ഹക്കീം എന്ന വാക്യം പദം ആവർത്തിച്ചു വരുന്ന ഖുർആനിൽ പടച്ചവന്റെ യുക്തി ഭയങ്കര. അപ്പൊ നമുക്ക് ശരിയല്ല, നമുക്ക് വിഷമായി പോയി, നമുക്ക് പ്രയാസകരമായി പോയി എന്ന് നമുക്ക് തോന്നുന്ന ഒരു വിഷയത്തിൽ തമ്പുരാൻ നമുക്ക് ഖൈർ നന്മ വെച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിഷയത്തിൽ അത് നിങ്ങൾക്ക് ഭയങ്കര ഷർറായിരിക്കും. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും അതിൽ അല്ലാഹുവിന്റെ ഖൈറല്ല പ്രതീക്ഷിക്കുക, നമ്മൾ നമ്മുടെ ഖൈറാണ് പ്രതീക്ഷിക്കുക. അതുകൊണ്ട് നമുക്ക് ഉപജീവനം വരുമ്പോ ഹറാമായ മാർഗമായിരുന്നാലും അത് ഖൈറായി കാണും നമ്മൾ. പക്ഷെ ആ ഖൈറല്ലെന്നും അതിൽ ഒരു ശിർക്കുണ്ടെന്നും ഈ വ്യക്തി മാത്രമല്ല, ഈ സമ്പാദനം കൊണ്ട് ഈ വ്യക്തിയിൽ നിന്ന് പൊട്ടിമുളക്കുന്ന നിങ്ങളുടെ മുഴുവൻ തലമുറയും ഹറാമിലൂടെ പോയിപ്പോകുമെന്നുമുള്ള ആ ഭയാനകത നമ്മെ ബാധിക്കുന്നില്ല. കാരണം നാം ഭൗതിക വീക്ഷണത്തിലെ ഖൈർ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ, ആത്മീയ വീക്ഷണത്തിലെ ഖൈർ നമ്മൾ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് ഈ സമുദായം നേരെ വിസ്കരിക്കുമ്പോഴും ഭൗതികന്മാര ശുദ്ധ ഭൗതികന്മാർ, അവർക്ക് ഖദർ വിശ്വാസമില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അത് നിങ്ങൾ എല്ലാം അറിയുന്നു, അവരെല്ലാം അറിഞ്ഞുകൊണ്ട് ഇടപെടുകയാണ്. നിങ്ങളൊന്നും അറിയുന്നില്ല, നിങ്ങളുടെ മുമ്പിൽ അല്പജ്ഞാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പലതിന്റെ യുക്തി നമുക്കറിയില്ല എന്നതിനാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് അന്യായം സംഭവിക്കാതിരിക്കാൻ തമ്പുരാന്റെ വിധിക്ക് വിധേയപ്പെടുക, തമ്പുരാന്റെ വിധിക്ക് വിധേയപ്പെടുക. അതുകൊണ്ട് ഗുണമായിരുന്നാലും ദോഷമായിരുന്നാലും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ തെറ്റാതിരിക്കുക എന്ന നിലപാട് നമുക്കുണ്ടാവണം. അതാണ് ഖൈറും ശർറും അല്ലാഹുവിൽ നിന്ന് വിശ്വസിക്കുന്നതിന്റെ ഭാഗം. അതാണ് മർമ്മം. ഗുണമായിരിക്കട്ടെ ദോഷമായിരിക്കട്ടെ എന്നും നമ്മൾ സഹിക്കുക. അല്ലാഹുവിന്റെ കഥയെ ഇരുകരവും സ്വീകരിക്കാൻ കഴിയുന്നവരാണ് മുഅ്മിനീങ്ങൾ. പക്ഷെ അങ്ങനെ ഒരു മുഅ്മിനുണ്ടോ എന്ന് ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരണത്തിലേക്ക് ചെന്നു. ഒരു മരണം സംഭവിച്ച വീട്ടിൽ ദുഃഖാർത്തരായ വൃദ്ധരാജികളുടെ അടുക്കൽ ഇരുന്നിട്ട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചാണ് അദ്ദേഹത്തിന്റെ സ്വീകരണം തുടങ്ങിയത്. തിരുനബിയുടെ ശൈലി അങ്ങനെ പല രീതിയിൽ ആ പരിപാടി തുടങ്ങി. ഒരു ചോദ്യം ഉന്നയിച്ചു. നോക്കി നിൽക്കുന്ന തിരുനബിയുടെ ഗുരുമുഖത്തിൽ വരുന്ന ഉപദേശം കേൾക്കാൻ ചെവി കൂർപ്പിച്ചിരിക്കുന്ന സദസ്സിനോട് തിരുനബിയുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു: നിങ്ങൾ മുഅ്മിനീകളാണ് എന്നതിന് തെളിവെന്താണ്? നിങ്ങൾ മുഅ്മിനീകളാണ് തെളിവെന്താ? അവരാരും പറഞ്ഞില്ല. ഞങ്ങൾ പറയുന്നത്
നിസ്കരിക്കുന്നവരാണ്, കുറെ നോമ്പെടുക്കുന്നവരാണ്. അവരാരും പറഞ്ഞില്ല. അവരെല്ലാവരും നിശബ്ദരായിരുന്നു. അവരൊക്കെ ചെയ്യുന്നവരാ, നമ്മയെക്കാൾ നന്നായി ചെയ്യുന്നവർ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു എഴുന്നേറ്റ് ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്നതിന്റെ തെളിവ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന എന്തും ഞങ്ങൾ ക്ഷമയോടെ സ്വീകരിക്കും. റസൂൽ പറഞ്ഞു അഹ്സൻ. ഉമർ പറഞ്ഞതാണ് ശരി. മുഅ്മിനീങ്ങളാണ് എന്നതിന്റെ തെളിവ് തമ്പുരാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന എന്തും ഇരു കരവും വേണ്ടി സ്വീകരിക്കുക. അങ്ങനെ സുന്ദരമായി കഥാപതിനെ സ്വീകരിക്കാൻ കഴിയുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഇന്ന് നന്നായി നിസ്കരിക്കുന്നവരുണ്ട്, നോമ്പെടുക്കുന്നവരുണ്ട്, ഹജ്ജ് ഉംറയും ചെയ്തവരുണ്ട്. പക്ഷേ അവർക്ക് ഭയമാണ്. ഭയം അവർ പിശാചിന്റെ കൂടെയാണ്. ശൈത്താന്റെ ആൾക്കാരെ പേടിപ്പിച്ചാൽ നിർത്താം. അതുകൊണ്ട് നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ മാന്യന്മാരെ, അവര് വീട് വെക്കണമെങ്കിൽ ഭൂമി പൂജ നടത്തും. ഭൂമി ദേവിയെ പ്രീതിപ്പെടുത്തിയിട്ടേ ഈ മാന്യൻ വീട് വെക്കൂ. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ മാന്യന്മാരെ, അവൻ കന്നിമൂല നോക്കിയിട്ട് അവിടെ അവന്റെ ഇസ്ലാമിക ദർശനത്തിന്റെ നാലായിരത്ത് വരാത്ത അന്യമതക്കാരന്റെ ദർശനത്തിനകത്ത് വരുന്ന ആ പ്രതിഷ്ഠയെ തൃപ്തിപ്പെടുത്താൻ സ്വർണം വെച്ചിട്ടേ അവൻ പണി തുടങ്ങും. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ മാന്യന്മാരെ, തറക്കല്ലിടുന്നതിന്റെ അടിയിൽ അവർക്ക് തകിട് വെക്കാതെ പണി തുടങ്ങാൻ കഴിയാറില്ല. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ മാന്യന്മാരെ, കട്ടിലിനടിയിലും അവർക്ക് എന്തോ തിരികെ വെക്കാതെ പണി തുടങ്ങാൻ കഴിയില്ല. എന്നിട്ടും നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ മാന്യന്മാരെ, വീട് പാല് കാച്ചുന്നു. അത് തന്നെ എവിടെ വന്നു എനിക്കറിയില്ല. കാച്ചിയ പാൽ തുടിപ്പോയേ പറ്റൂ. ഒപ്പം അതിന് വേണ്ട എല്ലാ ക്രിയകൾ വേറെ നടക്കണം. എന്നിട്ട് അവൻ കൊണ്ടുപോകും ഉസ്താദിനെ ഇരുത്തിയിട്ട് ദുആ. ആ ദുആയോടുകൂടി പിന്നെ അവന്റെ ആഗ്രഹം ആ വീട്ടിനകത്ത് ഖൈറും ബർക്കത്തുമായി മലക്കിറങ്ങണമെന്നാണ്. ആര് പറഞ്ഞു ഇറങ്ങുമെന്ന്? ഇത്രയും ശിർക്ക് ചെയ്തു വെച്ച വീട്ടിൽ സൂറ അൽ-ബഖറയും സൂറ ആൽ-ഇംറാനും ഓതിച്ചും ഉസ്താദിനോട് ദുആ നടത്തിയാലും ഖൈറിന്റെയും ബർക്കത്തിന്റെയും മലക്കിറങ്ങുമെന്ന് നിങ്ങളെ ആരാ പഠിപ്പിച്ചത്? നിങ്ങൾക്ക് പേടിയാണ്, നിങ്ങൾക്ക് അല്ലാഹുവിനെ ഭയമില്ല. നിങ്ങൾക്ക് ഭയമുള്ളത് ഇസ്ലാമിനപ്പുറത്തുള്ള പ്രതിഷ്ഠകളെയും കോമരങ്ങളെയും വെളിച്ചപ്പാടുകളെയും ജ്യോത്സ്യന്മാരെയും കണക്കപ്പിടമാരെയുമാണ്. അതറിഞ്ഞുകൊണ്ട് മുതലെടുക്കുന്ന പണ്ഡിത വേഷങ്ങൾ പണം വാരിക്കൊണ്ടിരിക്കുക. ഇതാണോ ഇസ്ലാം? എങ്കിൽ ആ ഇസ്ലാമിനോട് നമുക്ക് കൂറുപാടില്ല. മനുഷ്യൻ എന്താ വേണ്ടത്? റസൂൽ അവരെ വെച്ച് പറഞ്ഞു കൊടുക്കാം. അജബലി അംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ ഇൻ അസാബതഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബതഹു ദറാഉ സബറ ഫകാന ഖൈറൻ ലഹു. ആരാണ് മുസ്ലിം, ആരാണ് മുഅ്മിൻ എന്ന് ആദ്യം മുതൽ പഠിക്കണം ഈ സമുദായം. അജബലി അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം ഏറെ അത്ഭുതം തന്നെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പേരുണ്ട് ഈ കൂട്ടം അവരവൻ തീരുമാനിക്കട്ടെ. എന്നിട്ട് മതി നിസ്കാരം നോക്കി. അജബലി അംറിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം വളരെ അത്ഭുതം തന്നെ. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന് സംഭവിക്കുന്ന എന്തും അവൻ ഖൈറാക്കി മാറ്റും. ഗുണം സംഭവിച്ചാൽ ഗുണവും ഖൈറാക്കി മാറ്റും. ആപത്ത് വന്നാൽ ആപത്ത് ഖൈറാക്കി മാറ്റും. എന്താണ് ചെയ്യുക? ഇൻ അസാബതുഹു സറാഉ, സന്തോഷകരങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ വിജയം, കച്ചവടത്തിൽ നേട്ടം, മക്കളുടെ കാലത്ത് സംതൃപ്തി, അങ്ങനെ സന്തോഷകരങ്ങളായ കൊച്ചു കൊച്ചു അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്കറ, അവൻ ശുക്ർ ചെയ്യും. അവൻ അല്ലാഹുവിനോട് കൂടുതൽ അടുത്ത്, കൂടുതൽ നന്ദി കാണിച്ച്, കൂടുതൽ ധർമ്മിഷ്ഠനായി, കൂടുതൽ ധർമ്മബോധമുള്ളവനായി മാറും. പക്ഷെ നമ്മളോ സന്തോഷം വരുമ്പോ നന്ദി കാണിക്കാൻ അങ്ങോട്ട് നാണയം കൊടുത്തയക്കും, ഇങ്ങോട്ട് വെളിച്ചെണ്ണ കയറ്റിയയക്കും, അപ്പോഴത്തേക്ക് അരി ലോഡ് കയറ്റും. ഇത്രയും വൃത്തികെട്ട ഒരു സമുദായമുണ്ടോ വേറെ ഈ ഖുർആനിലെ ആളുകളായിരിക്കും. ഇനി അവന് ആപത്തുകൾ വരാം, അല്ലാഹ് പരീക്ഷിക്കും. ആര് പറഞ്ഞു പരീക്ഷിക്കുന്നത്? തമ്പുരാൻ പരീക്ഷിക്കും. പരീക്ഷണത്തിന്റെ തീച്ചൂടയിലൂടെ നടന്നിരുന്നിട്ട് തിളങ്ങുന്ന മനുഷ്യർക്ക് സ്വർഗ്ഗത്തിലെത്താൻ പറ്റും. അതിന്റെ മാതൃകയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. പരീക്ഷണത്തിന്റെ അരിപ്പുകളിലൂടെ അരിച്ചെടുത്തിട്ടാണ് തമ്പുരാൻ അദ്ദേഹത്തിനെ ലോകത്തിന്റെ നേതാവാക്കിയത്. ഇന്നീ ജാഇലുക ലിന്നാസി ഇമാമ, നിന്നെ ലോകത്തിന്റെ നേതാവാക്കുകയാണ്. എന്തിന്റെ പേരിൽ? സകല പരീക്ഷണങ്ങളെ മറികടന്ന് തെറ്റാതെ ഇസ്ലാമിന്റെ വഴിക്ക് പോയതിന്റെ പേരിൽ. പരീക്ഷണങ്ങളിൽ
പരീക്ഷണങ്ങൾ എന്ന വിശ്വാസി എന്ത് ചെയ്യും? ക്ഷമിക്കും. പഠിച്ചവരെ എന്നെ കൂടുതൽ പ്രതീക്ഷിക്കല, എനിക്ക് കാണാൻ കഴിയില്ല, ദുർബലന, അതുകൊണ്ട് എന്നോട് കാരുണ്യമാണ്, എനിക്ക് നിന്റെ കാരുണ്യം എനിക്ക് താ എന്ന് പറഞ്ഞ് സംഭവിച്ച പരീക്ഷണത്തിൽ അല്ലാഹുവിലേക്ക് അവർ തിരിച്ചു നടക്കും. അങ്ങനെ വരുന്ന വിപത്തിൽ നിന്നും ആപത്തും രക്ഷയില്ല, അല്ലാഹുവിൽ നിന്നല്ലാതെ വേറെ ആരും ഇതിനെ രക്ഷിക്കില്ല. തട്ടുതടസ്സങ്ങൾ നീക്കാൻ പോകും നമ്മളപ്പോൾ, തട്ടുതടസ്സങ്ങൾ നീക്കാൻ പോകും നമ്മളപ്പോൾ. ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണെന്ന് ഈ മാന്യന്മാർ വിചാരിക്കുന്നില്ല. അവരങ്ങോട്ട് മുട്ടെടുക്കാൻ കൊടുക്കും, ഇങ്ങോട്ട് നേർച്ച നേരും, അപ്പുറത്തേക്ക് പിന്നെയും ചെയ്യും. അവിടുത്തെ സകല ഉത്സവത്തിന്റെയും സ്പോൺസർമാരായിട്ട് മാറും. അങ്ങനെ വരുമ്പോ അങ്ങോട്ട് വേളാങ്കണ്ണിയിലേക്കും ഇപ്പുറത്ത് മറ്റടത്തേക്കും അപ്പുറത്ത് കടത്തി പൂജിക്കുന്ന ആലയത്തിലേക്കും പണം ചെലവഴിക്കും. അല്ലാഹുവിലേക്ക് തിരിയുന്ന പണിയില്ല. ഇവരാണോ ഈമാൻ കാര്യം ആവശ്യത്തിൽ നടക്കുന്ന കൂട്ടർ? ഇത്തരം ഒരു സമുദായം അനുഭവിച്ചേ പറ്റും. അത് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കാം മൂസാ നബി അലൈഹി ചരിത്രത്തിലൂടെ. അതുകൊണ്ട് നമ്മൾ അറിയണം, അല്ലാഹുവിൽ നിന്ന് ഭവിക്കുന്ന പ്രയാസങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും രക്ഷ തേടി അവരിലേക്ക് തന്നെ നടക്കൂ. നിങ്ങൾ അവരിലേക്ക് തന്നെ നടക്കൂ. നിങ്ങൾ വഴിമാറി അപ്പുറത്തേക്ക് പോകല്ല, വഴിമാറി ഇപ്പുറത്തേക്ക് പോകല്ല. സന്താനലബ്ധിയില്ലാത്തതിന്റെ പേരിൽ ഗുരുവായൂരിലേക്ക് നേർന്നു നമ്മളൊരു ഹാജിയാണ്. വേറെ ഒരാൾ കുട്ടിച്ചാത്തൻ സേവാ മഠത്തിലേക്ക് നേർന്നു. പിന്നെ ഒരാൾ ഏതോ ഒരു പള്ളിയിൽ അടക്കപ്പെട്ട സാധനത്തിന്റെ പേരിൽ നേർന്നു. 3 പേർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. അത്ഭുതം തന്നെ. ആരാ കൊടുക്കുക? പക്ഷെ ഇവൻ വിചാരിച്ചത് അവിടെ കൊണ്ട് കിട്ടിയതാ, മറ്റവൻ വിചാരിച്ച് ഇവിടെ കൊണ്ട് കിട്ടിയതാ, അപ്പുറത്തുള്ളവൻ അപ്പുറം കൊണ്ട് കിട്ടിയതാ. പടച്ചവനങ്ങനെ വിശ്വാസത്തിന്റെ മാർഗത്തിൽ നിങ്ങൾ അവരെ വിട്ടിട്ട് പോയാൽ നിങ്ങളുടെ കാര്യം നിങ്ങൾ പോയ വഴിക്ക് അവൻ നേടിത്തരും. എന്നിട്ട് നിങ്ങളെ അവൻ നരകത്തിലേക്ക് ചേർത്ത് വെക്കും. വിശ്വാസത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അവനെ വിട്ടിട്ട് വഴിമാറിയാൽ നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങളെ നടത്തിയിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ കാര്യം അവൻ നേടിത്തന്നിട്ട് നരകത്തിലേക്ക് അവർ നിങ്ങളെ ചേർത്ത് വെക്കും. ഇത് തിരിച്ചറിയാൻ കഴിയാത്തവർ വിശ്വാസികളല്ല എങ്കിലും വിനയ പുരസ്സരം ഖദർ മൂസ സംഭവം വായിച്ചിട്ട് മനസ്സിലാക്കണമെന്ന് വേദനയോട് കൂടിയുള്ളവർ പറയാം. ഈ സമുദായത്തിനകത്ത് നടക്കുന്ന ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും കണ്ട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് പറയാം. അതുകൊണ്ട് ആ മൂസാ നബിയുടെ ചരിത്രം ഇത്രമേൽ വിശദമായിട്ട് ഈ മിമ്പറിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് പടച്ചവന്റെ ഭാഗത്തു നിന്നാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ എന്ത് ആപത്തുന്നാലും സഹിച്ച് ക്ഷമിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങണം, തവക്കുൽ ചെയ്യണം. പടച്ചവനെ, ഞാൻ എല്ലാം നിന്നെ വേദനിപ്പിച്ചിരിക്കുന്നു, നിന്റെ ഇടപെടലാണ്, ഞാൻ സഹിക്കാൻ തയ്യാറാണ്. നീ ഉദ്ദേശിച്ചതുപോലെ അവിടെയാണ് മാർഗമുണ്ടാവുക. അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കാൻ ഇത്രമേൽ പറ്റിയവരാണെന്ന് അറിയുള്ളൂ. നിങ്ങൾക്ക് സഹായിയായി നിൽക്കാൻ ഇതിനേക്കാൾ വേറെ ഒരാളെ നിങ്ങൾ കിട്ടുമോ? അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടത്. അവനെ രക്ഷതരൂ, വേറെ വഴിക്ക് നിങ്ങൾ പോകാൻ പാടില്ല. ഈ ഉറച്ച പതുള്ള വിശ്വാസം നമുക്ക് കരുത്ത് പകരുകയാണ് ചെയ്യാം. കള്ളാകുന്ന വിശ്വാസം നിസ്സംഗരാക്കില്ല. എല്ലാം അള്ള തീരുമാനിച്ചതല്ലേ, നടക്കുന്ന പോലെ നടക്കട്ടെ എന്ന് പറയൽ ഈ വിശ്വാസത്തിനെതിരാണ്. മറിച്ച് പടച്ച തമ്പുരാൻ സംഭവിച്ചത് ഉദ്ദേശിച്ച് നടക്കും, ഞാൻ അതിന് നിന്ന് കൊടുക്കണം, അങ്ങനെ ഞാൻ എന്റെ പണി ചെയ്യും, പടച്ചവൻ എന്നെ സഹായിക്കും, അവനാണ് എല്ലാം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ ജനങ്ങൾ അവരോട് പറഞ്ഞു, ജനങ്ങൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്, അവർ നിങ്ങളെ നശിപ്പിച്ചു കളയും, ഭയപ്പെടണം എന്ന് ഒരു കാലഘട്ടത്തിലെ വിശ്വാസികളോട് അവിടുത്തെ ആളുകൾ പറഞ്ഞപ്പോ, മഹാഭൂരിപക്ഷം വരുന്ന എതിരാളികൾ നിങ്ങൾക്ക് നേരെ സംഘടിച്ചിരിക്കുന്നു, അവർ നിങ്ങൾ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞപ്പോ വിശ്വാസമുള്ള ഈ ആൾ ഈമാൻ വർദ്ധിച്ചു. അവര് പറഞ്ഞു, ഞങ്ങൾ മതി, ഞങ്ങളെല്ലാം തവക്കുലാക്കിയിരിക്കുന്നു. നാളൊന്നടങ്കം നമുക്കെതിരെ തിരിഞ്ഞാലും പടച്ചവന് തവക്കുലാക്കിയിട്ട് നമ്മുടെ മാർഗത്തിൽ ഉറച്ചു നിലപാട് മാറാതെ മുന്നോട്ട് പോകണം. അതാണ് ഖൈറും ശർറും അല്ലാഹുവിൽ നിന്ന് ഖലാഖിന്റെ വിശ്വാസം. പക്ഷെ സ്വന്തം കാര്യത്തിൽ ഒരു ചെറിയ പ്രയാസം വരുമ്പോഴേക്ക് തമ്പുരാനെ വിട്ട് വഴിമാറി സഞ്ചരിക്കുന്നവരെ നാട്ടിലെ നിങ്ങൾക്ക് പിന്നെന്ന് പറയാൻ
റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥന കൊണ്ട് അവസാനിപ്പിക്കാം. ഹബീബായ റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലെ ഒരു വാക്യം, പടച്ചവനെ വമിൻ തഅതിക മാ യുബല്ലിഗുനാ ബിഹി ജന്നതക, നിന്റെ സ്വർഗ്ഗം നേടാൻ കഴിയുമാറ് നിന്നെ അനുസരിക്കുന്ന ഒരാളാക്കി എന്നെ മാറ്റണേ. ഒരു വലിയ പ്രാർത്ഥന വാചക. വമിനൽ യഖീനി മാ തുഹവ്വിലു ബിഹി അലൈനാ മസാഇബ ദുനിയ, വമിനൽ യഖീനി യഖീൻ തരണേ, നല്ല ഉറച്ചു നിൽക്കാനുള്ള കെൽപ്പ് തരണം. മാ തുഹവ്വിലു ബിഹി അലൈനാ മസാഇബ ദുനിയ, ദുനിയാവിൽ എനിക്ക് വരുന്ന മുസീബത്തുകളെ നിസ്സാരമായി കണ്ട് നിന്റെ വഴിയിൽ നിന്ന് മാറാതെ ആ മാർഗത്തിൽ തുടരാനുള്ള യഖീൻ എനിക്ക് തരണം. ദുനിയാവിൽ എനിക്ക് വരുന്ന മുസീബത്തുകളെ നിസ്സാരമായി കണ്ടിട്ട് നിന്നെ വിടാതെ നിന്റെ അനുയായിയായി നിന്നെ അനുസരിച്ച് സ്വർഗത്തിലേക്ക് പോകാതെ യഖീൻ തരണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനകൾ നിലപാടുകളായി മാറാത്ത ഒരു സമുദായമാണ് ഈ സമുദായം. ദുആ നന്നായി നടക്കുന്നുണ്ട്, ദുആ സമ്മേളനം ഇടതകൾ നടക്കുന്നു, പക്ഷെ ഒരു ദുആയും നമുക്ക് നിലപാടായി മാറാറില്ല. തിരുനബിയുടെ ദുആയാണ്, പടച്ചവനെ നിന്റെ സ്വർഗം നേടാൻ കഴിയുന്ന വിധം നിന്നെ അനുസരിക്കാൻ എനിക്ക് തൗഫീഖ് തരണം. അത് നിലപാടാണ്. തിരുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ അനുസരിച്ചാണ് ജീവിച്ചത്, അങ്ങനെ സ്വർഗം കിട്ടിയത്. അപ്പൊ ആ നിലപാട് പ്രാർത്ഥനയായിട്ട് മാറട്ടെ, പ്രാർത്ഥന നിലപാടായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥനകളേ ഉള്ളൂ, നിലപാടുകളില്ല. നിലപാടില്ലാത്ത സമുദായം സ്വർഗം തൊഴില്ല. അടുത്ത പ്രാർത്ഥന വീണ്ടും, എനിക്ക് നല്ല ഉറപ്പുക, എനിക്ക് വരുന്ന സകല ബലാമുസീബത്തുകളും നിന്റെ ഭാഗത്തു നിന്നാണ്, അതുകൊണ്ട് അതെല്ലാം നിസ്സാരമാണ്. സ്വർഗമാണ് എനിക്ക് വലുത്, പരലോക വിജയമാണ് എനിക്ക് വലുത്. ഇവിടെ വരുന്ന ഒരു നഷ്ടവും എനിക്ക് നഷ്ടമല്ല, അത് നിന്റെ ഭാഗത്തുള്ള പരീക്ഷണമാണ്. എന്നാൽ നിസ്സാരമായി അതിനെ കണ്ടിട്ട് നിന്റെ വഴിക്ക് സഞ്ചരിക്കാൻ, വഴി മാറി പോകാതിരിക്കാൻ എനിക്ക് യഖീൻ പ്രാർത്ഥന നിലപാടാണ്. അതുകൊണ്ട് ഏത് പരീക്ഷണ ഘട്ടത്തിലും റസൂലുള്ളാഹി മക്കയെ അവരുടെ 40 ദിവസം അനാഥകൾക്ക് മുട്ടതെക്കാൻ പോയില്ല. ഇബ്രാഹിം ഇസ്മായിൽ സലാമിനും ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളായിട്ട് അവർ നമ്മുടെ ഔലിയാക്കള, അല്ല സംശയം, നമ്മുടെ ഔലിയാക്കള. ഇത്ര വലിയ ഔലിയാക്കൾ പറയുന്നു, ആ ഔലിയാക്കളെ പ്രതിഷ്ഠയുണ്ട് കടമക്കകത്ത്. എന്നാൽ അവരെ വിളിച്ചിട്ട് 2 തേങ്ങ വിളച്ച് കളഞ്ഞില്ല, 4 പാത്രം വെളിച്ചെണ്ണ കൊടുത്തു വിട്ടില്ല. അപ്പോ തെറ്റാൻ പാടില്ല. ആ സകലം സഹിച്ചു നിന്നു. മദീനയിൽ യുദ്ധങ്ങളുടെ പരീക്ഷണത്തിലേക്ക് എറിയപ്പെട്ടപ്പോഴും തമ്പുരാൻ മുറുകപ്പെട്ടിരുന്നു. ബദറിൽ യുദ്ധത്തിന്റെ തലേ രാത്രിയിൽ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ച് പടച്ചവനില്ല, ഈ സംഘം രക്ഷപ്പെട്ടില്ലെങ്കിൽ നീ ഭൂമുഖത്ത് ആരാധിക്കപ്പെടില്ല, നിന്നെ അനുസരിക്കാൻ ആരാധിക്കാൻ നിന്റെ നാമം ഒരാൾ പോലും ഉണ്ടാവില്ല. അങ്ങനെ ഏത് കടുത്ത പ്രതിസന്ധിയും തമ്പുരാനിലേക്ക് എത്തിക്കുന്നുണ്ട്. മുന്നോട്ട് പോകാൻ യഖീൻ വേണം എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യഖീൻ കാഴ്ചവെച്ചുവെങ്കിൽ ഒരു യഖീനുമില്ല, ഒരു പ്രവർത്തനമല്ല, ദുആ സമ്മേളനങ്ങൾ ജോറായിട്ട് നടക്കുകയാണ്. പ്രാർത്ഥനകൾ നിലപാടുകൾ പ്രാർത്ഥനകളായി മാറട്ടെ. അല്ലാത്ത പക്ഷം ഈ ദുആ സമ്മേളനങ്ങൾ നമുക്കൊന്നും നേടിത്തരില്ല. ഞാനതിന് വ്യക്തിപരമായി എതിരല്ല, പക്ഷേ പറയേണ്ട കുറച്ച് പറഞ്ഞില്ലെങ്കിൽ തമ്പുരാൻ പ്രതിയാകുമെന്ന ഭയം നന്നായി ഉള്ളതുകൊണ്ട് പറഞ്ഞതാ. അതുകൊണ്ട് സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് ഇസ്തിഖാമത്ത്, എന്താണ് തവക്കുൽ എന്ന് പഠിക്കണം. അത് പഠിപ്പിക്കുന്ന മൂലഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ അവതരിച്ചതിന്റെ അനുസ്മരണമാണ് റമദാൻ മാസം. അതുകൊണ്ട് ഖത്മ് തീർക്കൽ നിർത്തിയിട്ട് പഠിക്കാൻ ശ്രമിക്കും. ഖത്മ് തീർക്കണ്ട എന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും അവർക്ക് എത്ര പ്രാവശ്യമാണ് തിരുനബിയുടെ കാലത്ത് ഖത്മ് തീർക്കാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് നിർദ്ദേശിച്ചില്ല. കാരണം 23 കൊല്ലക്കാലം കൊണ്ടായി ഇറങ്ങിയായി. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ വരുന്ന ഈ ഒരു ഗ്രന്ഥം ഇറങ്ങി പൂർത്തിയായത് 23 കൊല്ലക്കാലം കൊണ്ടാണ്. 23 കൊല്ലക്കാലം കൊണ്ടാണ് ഈ ഗ്രന്ഥം പൂർത്തിയായത്. റസൂലുള്ളാഹിയുടെ രൂപത്തിന്റെ കാലമാണ്. അതിനിടയ്ക്ക് അവർക്ക് കൂടുതൽ ഖത്മ് തീർക്കാൻ കഴിയില്ല. ഖത്മ് നിങ്ങൾ തീർത്തോ, പക്ഷെ ഖത്മ് തീർക്കലാണ് പുണ്യം എന്ന് കരുതിയിട്ട് ഓതി എത്തിക്കാൻ മത്സരിക്കുന്ന കൂട്ടരെ ഈ ഗ്രന്ഥം മറിച്ചു വെച്ച് അതിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കും. എങ്കിൽ നിങ്ങൾക്ക് മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായിട്ട് മരിക്കാം. അല്ലാത്ത പക്ഷെ ഈ ഖുർആനിനെതിരെ സാക്ഷി പറയുന്നത് വിനയപുരസ്സരം റമദാൻ മാസം ഖുർആനിന്റേതായതുകൊണ്ട് അതിലേക്കുള്ള ഒരു പ്രവേശനം പറഞ്ഞു കൊടുക്കുകയാണ്. പഠിച്ച നമ്പുരാൻ യഥാവിധ ഈമാൻ കൊണ്ടുകൊണ്ട് ഇസ്ലാമിനെ മുറുകെ പിടിച്ച് അവരിൽ സ്ഥലത്തും തവക്കുൽ ചെയ്ത് അവരുടെ മാർഗത്തിൽ ഇസ്തിഖാമത്തോടുകൂടി കുറച്ച് മുന്നോട്ട് പോകാൻ നമുക്കേവർക്കും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബി
يا أيها الذين آمنوا صلوا عليه وسلموا تسليما.